ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കടുമാങ്ങ അച്ചാറാണ്. അപ്പോൾ വിനാഗിരി ചേർക്കാതെ കേടാകാതെ ഇരിക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ. ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാം. അതേപോലെ തന്നെ ഇത് വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വരുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വിളഞ്ഞ മാങ്ങ ആണ്. അപ്പം ഇത് അല്പം തൊലിയൊന്ന് ചെത്തി മാറ്റിയിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പം ഈ തൊലിക്ക് നല്ല കട്ടിയുള്ളതുകൊണ്ടാണ് ചെത്തിക്കളയുന്നത്. ഇപ്പം ഇളവൻ മാങ്ങ ഒക്കെ ആണെങ്കിൽ തൊലി എത്തേണ്ട ആവശ്യമില്ല. കട്ടി കുറവാണെങ്കിൽ തൊലി ചെത്തിക്കളയേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ സാധാ ഉപ്പിനെക്കാളിലും നല്ലത് കല്ലുപ്പാട്ടോ. അച്ചാർ നല്ല ടേസ്റ്റ് കിട്ടുന്നത് കല്ലുപ്പാണ്. അതേപോലെ അച്ചാറിന് മാത്രമല്ല ഏത് കറിക്കായാലും കല്ലുപ്പ് ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്തൊന്ന് പുരട്ടി മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് അച്ചാറിനുള്ള ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടുകും പിന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ മാങ്ങയ്ക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വറുത്ത് ഈ കടുവും ഉലുവയും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അത് പൊടിച്ചെടുക്കാൻ പോവുകയാണേ. അതിനുശേഷം ആ പാനിലേക്ക് തന്നെ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതായത് നല്ലെണ്ണ. നമുക്ക് അച്ചാറിനൊക്കെ സാധാ എടുക്കുന്ന നല്ലെണ്ണ ആണ് ഒഴിച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് പൊട്ടിക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായതുകൊണ്ട് ഒന്ന് 2ആയിട്ട് പൊളന്നിട്ടേ ഉള്ളൂ കേട്ടോ. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി ഒരു 2 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 3 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പപ്പാതി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കത്തില്ല. സാധാരണ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്, എല്ലാ കറികൾക്കായാലും എല്ലാത്തിനും വേണ്ടി. അപ്പോൾ ഈ മുളക് പൊടി എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് വഴറ്റി എൻ്റെ പച്ചവെണ്ണമെല്ലാം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ മുളക് പൊടിയും അതേപോലെ മാങ്ങയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. വേറെ വിനാഗിരിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇരിക്കും തോറും ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരം ഒന്നും മാങ്ങ വെച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ അടുത്ത് നമ്മൾ അച്ചാറിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ അച്ചാറിട്ട് ഇത് പിറ്റേ ദിവസം കൂട്ടുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.